ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രലയുടെ നമ്മുടെ ഈ റൗണ്ട് സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തിയെ പറ്റി സംസാരിക്കാനായി വരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട സണ്ണി. അതിനായിട്ട് നമ്മുടെ പെർമനന്റ് ജഡ്ജസ് ആയിട്ട് ഇപ്പോൾ ഈ 8ാം ഘട്ടം മുതൽ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനിത ജഡ്ജസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KPC ലളിത ചേച്ചി, മഞ്ജു പിള്ള, രശ്മി സോമൻ. അതല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും ചേട്ടച്ചാട് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ചിലർക്ക് ഒരു ചോദ്യങ്ങൾ തോന്നാം. പക്ഷെ സണ്ണിച്ചൻ എന്തൊക്കെയോ, സണ്ണിച്ചനെ ഒത്തിരി ഹൃദയത്തിൽ സ്പർശിച്ച, സണ്ണിച്ചന് ഒരുപാട് കടപ്പാട് തോന്നുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ സണ്ണിച്ചന് പറയാനുണ്ട്. എന്റെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ 80 വർഷത്തോളം ജോലി ചെയ്ത എന്റെ MD ഉണ്ട്, വില്യംസ് എന്ന് പറയും. എന്റെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ വരാൻ പുള്ളിയിൽ നിന്ന് കിട്ടിയ കുറെ പാഠങ്ങളാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണെന്നുള്ള ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ പേരൻസ് ഒരു പരിധിവരെ നമ്മളെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നമ്മുടെ സ്വഭാവങ്ങളിലും മറ്റു കാര്യങ്ങളെ സ്വാധീനിക്കാറുള്ളൂ. കാരണം ഇപ്പം ഞാൻ ജനിച്ചു കഴിഞ്ഞു, ഞാൻ ഒരുമാതിരി ഓർമ്മ വെച്ചപ്പോൾ ചാച്ചന്റെ ആ ഒരു സ്വാഭാവിക രീതികളും സ്വഭാവം നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്. അമ്മയാണെങ്കിൽ പ്രയർ ഗ്രൂപ്പിനെല്ലാം പോകും, അങ്ങനെ പോകും. അങ്ങനെ ആത്മീയമായി അങ്ങനെ ഒരു സ്വഭാവത്തിനും ഞാൻ വളരെ ഒരു ഊന്നൽ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെങ്കിലും ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. ആ ജീവിതം ആരംഭിക്കുന്ന ടൈമിൽ നിന്ന് ഞാനൊരു 23 വയസ്സാകുമ്പോഴാണ് ഞാൻ നേരത്തെ ഫ്ലോർ പറഞ്ഞിട്ടുണ്ട് റാണീനെ സ്നേഹിച്ച് ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പം കഴിച്ച സമയത്ത് എനിക്ക് ചെറിയ തുച്ഛമായ ശമ്പളത്തിലുള്ള ജോലിയിൽ 2000 സംതിങ് ജോലി. അപ്പൊ അത് വീട്ടിലെ കാര്യങ്ങളും, ചാച്ചനാണെങ്കിൽ ഫാർമ കൂലിപ്പണിക്കാരാണ്, പിന്നെ അമ്മയാണ് ഹൗസ് വൈഫാണ്, ചേട്ടനൊക്കെ ആണെങ്കിൽ ജോലിയായി വരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ഇവിടെ പെട്ടെന്ന് കെട്ടേണ്ട സാഹചര്യം കെട്ട് ഞാൻ കൈയൊഴിഞ്ഞില്ല. ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് മോളുണ്ടായി, ചിപ്പി മോളുണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ നേരത്തെ ലെറ്ററിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോയമ്പത്തൂർ ജോലി ചെയ്തെന്ന്. അപ്പൊ കോയമ്പത്തൂർ ജോലി ചെയ്തപ്പം ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ ജോലി ഉപേക്ഷിച്ച് പോരുകയും ചെയ്തത്. ജോലി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ റാണിയായിട്ട് എനിക്ക് അകന്നിരിക്കാനുള്ള ഒരു ഫീൽ. അതിന് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ജീവിതത്തിൽ വരുമാനം കാര്യങ്ങളൊന്നുമല്ല. കാരണം ഞാൻ അവളോട് ജീവിതം സന്തോഷിച്ച് പോവുക, അപ്പം ദുഃഖത്തിലായാലും കുറവിലാണെങ്കിലും. അങ്ങനെ ഞാൻ അവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് ഇങ്ങ് പോന്നു. ഇങ്ങനെ പോകുന്നപ്പം പെട്ടെന്ന് ഞാൻ റാണിയോട് പറഞ്ഞു നമുക്ക് തൊടുപുഴ എറണാകുളത്ത് ഞാൻ ഹോട്ടൽ മാൻ ഡിപ്ലോമയാണ്. അപ്പം ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് പല സ്റ്റാർ ഹോട്ടലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വർക്ക് ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ സേഫായൊരു ജോലി. ഞാൻ സൺറൈസ് AC ആണ്. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, FAMBിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സെക്ഷനുകൾ. ഇപ്പം നമുക്കവിടെ വരുമാനമല്ല, നമുക്ക് സേഫ്റ്റി ആയൊരു ജോലി. ഞാൻ വെയിലൊന്നും കൊള്ളാതെ ഒതുങ്ങിപ്പോ ആ ഒരു ജോലിയിൽ ഞാൻ ഈ ചേർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ കല്യാണം കഴിച്ച് ഇത് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ചിറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ആ ഹോട്ടൽ ഫീൽഡ് തന്നെയാണ്. കാര്യം ഞാൻ വേറെ ഫീൽഡിനെ പറ്റി എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഫീൽഡിൽ ജോലി തപ്പിയപ്പോൾ എന്റെ ഇളയ അങ്കിളുണ്ട് എറണാകുളത്ത് അർബൻ ബാങ്കിലെ സ്റ്റാഫ്. ഞാൻ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കെയർ ഓഫിൽ ഇവിടെ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലേക്ക് തന്നെ വിടുവാണ്. അവിടെ റിസപ്ഷൻ വേക്കൻസിലാണ് ഞാൻ പോണത്. ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് എന്തിനും ഹോട്ടൽ മാൻ ഡിപ്ലോമ പഠിച്ച ആൾ പോണത്. അപ്പം ഞാൻ റിസപ്ഷനായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോഴാണ് ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഞാൻ ചെന്ന് പുള്ളിക്ക് അന്ന് വരലാണ് 100-ൽ താഴെ, അന്ന് 50-ലും താഴെയുള്ള സ്റ്റാഫുകളുള്ള ആ സമയത്ത്. ഇന്നിപ്പോൾ 1000-ൽ മേൽ സ്റ്റാഫുകളുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു MD ആണ്, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ പേടിച്ചിരിക്കണം. പലരും ചോദ്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങളായിക്കോളും, പ്രിപ്പയർഡൊക്കെ ഇരിക്കണം. പുള്ളി അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞ് പേരെന്നാ സണ്ണി, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്തോ എന്റെ ഒരു സംസാര ശൈലികളും കാര്യങ്ങളും ഞാൻ പുള്ളിയുടെ ഇന്ററാക്ട്. പുള്ളി പറഞ്ഞു ഇവിടെ റിസപ്ഷനിൽ ഒരു പോസ്റ്റ് ഇല്ല സണ്ണി, നമുക്ക് മാർക്കറ്റിംഗിൽ, വണ്ടി 3 വീലറിന്റെ ഡീലർഷിപ്പാണ്, മാർക്കറ്റിംഗിലാണ്. അപ്പം മാർക്കറ്റിംഗിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അത് കേട്ടപ്പോൾ എന്റെ മനസ്സ് എനിക്ക് താല്പര്യമില്ല. കാര്യം ഞാൻ നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റവും ഉള്ള ഒരു നമുക്ക് ഏത് ജോലി ചെയ്യാനുള്ള വിമുഖതയാണ് നമ്മൾ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സേഫായ ജോലി. എനിക്ക് പിന്നെ ഒരു മാർക്കറ്റിംഗ് വരുമ്പം റൂട്ടിൽ പോകണം, ആൾക്കാരെ കാണും, വെയിൽ കൊണ്ട് ഇങ്ങനെ അലഞ്ഞു കിടക്കണം. അപ്പൊ ഞാൻ ഓർത്താ നമുക്ക് പുറത്തു പോയിട്ട് എന്തും ചെയ്യാം. അതെ. അപ്പം ആ ഒരു അതെനിക്ക് ഒരു വലിയൊരു മെസ്സേജാണ് ചെറുപ്പക്കാർ നമ്മുടെ അത് എനിക്ക് മാറ്റം വരുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് പുള്ളിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്നെ പുള്ളിയുടെ ലൈഫ് എന്നോട് ചെറുതായി ഷെയർ ചെയ്തു. കാര്യം പുള്ളി സാധാരണ ഒരു ലെവലിൽ നിന്നും ഓരോ ബിസിനസ് ചെയ്ത് ഈ ലെവലിൽ എത്തി. ഞാനും എന്റെ വൈഫും കൂടിയാണ് കോപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ബിസിനസ്സിലെത്തിയത്. അപ്പൊ അത് സത്യം അത് തന്നെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ചെറുക്കാൻ ടച്ച് ചെയ്തു. അപ്പൊ റാണിയുടെ ഒരു ഉപദേശം വന്നു, സണ്ണിച്ച നമുക്കിപ്പോൾ ജോലി ആവശ്യമാണ്, നമുക്ക് വരുമാനം ഇല്ല. അപ്പം തീർച്ചയായിട്ടും സണ്ണിച്ചന് ആ ജോലി കയറിയിട്ട് നമുക്ക് അവിടെ നല്ലൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് വേറെ ജോലിയൊക്കെ മാറാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് വിളിക്കും ഒരു സുപ്രഭാതത്തിൽ, സാറേ ഞാൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്റെ മനസ്സിലെ ഐഡിയ 1 മാസം നിൽക്കുക. അപ്പൊ പുള്ളിയോട് പറഞ്ഞു 1 മാസം നിൽക്കുക, നീ 1 മാസം നിന്നിട്ട് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ കയറി കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു എൻഫീൽഡ് 2 വീലർ അപ്പം ഓഫർ ചെയ്തു.
മാർക്കറ്റിംഗിൽ ഒരു 3 മാസം സത്യമായി ഹാർഡ് വർക്ക് ചെയ്തു. പുള്ളിയുടെ പ്രാക്ടിക്കൽ നോളജ് എനിക്കുന്ന ഡയറക്ഷൻസ് എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്പർശിച്ചു. അപ്പൊ പുള്ളി അതനുസരിച്ച് പുള്ളി വരുന്ന ഡയറക്ഷനിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ നിന്ന് ഒരു 3 മാസം പുള്ളി ഒരു ബ്രാഞ്ച് ഇട്ട് തന്നു. ആ ബ്രാഞ്ച് ഇട്ടപ്പോൾ തൊടുപുഴയിലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരെ. അതിന്റെ ബ്രാഞ്ച് മാനേജറിനെ ഞാൻ തന്നെ കയറി. അവിടെ ഒരു ലേഡി സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ സ്റ്റാഫ് നിർഭാഗ്യവശാൽ വന്നില്ല. ഒരു പ്രാവശ്യം റാണിനെ യാദൃശ്യമായിട്ട് പുള്ളിയുടെ വൈഫ് കണ്ടു. അപ്പം റാണിനെ ജോലി കയറ്റിയ കുഴപ്പം, സണ്ണിക്ക് ഇങ്ങനെ ആളുണ്ടായിട്ടാണ് അവിടെ നിർത്തിയിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ കുറച്ച് ഔട്ട് ചെയ്തു. ആളെ പിന്നെ അവിടുത്തെ റിസപ്ഷനിസ്റ്റും പ്ലസ് അക്കൗണ്ട്സ് നോക്കാൻ പുള്ളിയെ കയറ്റി. ഞാൻ ബ്രാഞ്ച് മാനേജർ കയറി. ഞങ്ങൾ 7 സ്റ്റാഫാണ്. അവിടുന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു പുള്ളിയിൽ സപ്പോർട്ട്. കാരണം എനിക്കൊരു ജോലി, അവൾക്കൊരു ജോലി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇപ്പം ഞാൻ അന്നും മാനേജറിന് റൂമിൽ ഇരിക്കില്ലായിരുന്നു. എന്റെ മനസ്സിലായി എവിടെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ആള് എനിക്ക് ആ ലൈഫിൽ തന്ന സപ്പോർട്ടിങ്, അല്ലെങ്കിൽ എനിക്ക് റാണിക്കും തന്ന ജീവിതത്തിൽ തന്ന ആ ഒരു ഇതിലാണ് ഞാൻ ടേണിംഗ് പോയിന്റിലാണ് ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ വരാനും ഞാനൊരു ലക്ഷ്യസ്ഥാനത്ത് പിന്നെ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഉയർന്നു വരിക, ജോലി ചെയ്യണം. അങ്ങനെ കോൺഫിഡൻസ് ആയി. പിന്നെ ഒരുപാട് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്ന ഒരു OM ആയി, ഓപ്പറേഷൻ മാനേജറായി. ആ പോസ്റ്റിലേക്ക് പുള്ളി എന്നെ പിടിച്ചേൽപ്പിച്ചതും ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു. ഒപ്പം തന്നെ റാണിയും വളരെ കോപ്പറേറ്റ് ചെയ്തു. സാറിന്റെ സപ്പോർട്ടും സഹായവും കൊണ്ട് ഞാൻ നല്ല നിലയിലേക്ക് ഈ ജോലിയുടെ എല്ലാ ഇതിലെ പ്രാക്ടിക്കൽ നോളജ് എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകാം, എല്ലാം പുള്ളിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഹൃദയത്താക്കാൻ പറ്റി. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പൊ 3 വർഷമായി ഞാൻ നിർഭാഗ്യവശാൽ ഒരു ഇൻകൺവീനിയൻസിങ് പ്രോബ്ലം, പുള്ളി എന്നെ ഒരു സുപ്രാത്തിൽ ഫോണിൽ വിളിച്ച് എന്നെ മനസ്സിനെ ഭയങ്കരമായിട്ട് തളർത്തുന്ന ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഞാനും റാണിയും ആ സ്ഥാപനത്തിൽ അത്രയും കൂടെ നിന്ന് അത്ര സ്ഥാപനത്തിൽ പുള്ളി ഇങ്ങനെ ഹർട്ട് ചെയ്യുന്നത് വന്നപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തായിരുന്നു. ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് കൊടുത്ത് ഞാൻ റിസൈൻ ചെയ്തു. 1 മാസമുള്ള എല്ലാവരുടെ ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്ത് വളരെ ഇതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ 1 മാസം വളരെ വിഷമിച്ചിരുന്നു. ഒരു മാർഗ്ഗം ഞാൻ കാണാതെ സാറിന്റെ ഈ ഒരു ഫീൽ ഇപ്പൊ റാണിക്കും ഭയങ്കര ഹർട്ട് ചെയ്തു. റാണി പറഞ്ഞു, റാണി ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട്സ് മാനേജറാണ്, നമുക്ക് ഇച്ചിരി കള്ളത്തരം കാണിച്ചിരിക്കണമെങ്കിൽ വേണമെങ്കിൽ പുള്ളി 2 ചീത്ത പറഞ്ഞ് വീട്ടിൽ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷേ എന്റെ മനസ്സാക്ഷി അനുഭവിച്ചില്ല. അപ്പം ഞാനത് ഇറങ്ങിക്കഴിഞ്ഞ് 1 മാസം വീട്ടിൽ നിന്നപ്പം സാറിനെ 1 പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തില്ല. തിരിച്ച് ആളെന്തുകൊണ്ട് സണ്ണി റിസൈൻ ചെയ്തെന്നുള്ള എന്നോട് അന്വേഷിച്ചു പോലുമില്ല. 1 മാസം എനിക്ക് ഭയങ്കര 9 വർഷം ഞാൻ ഇവിടെ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തു.